ഓമശ്ശേരി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടിനാവശ്യമായ സിമന്റും മറ്റും ചേർക്കാത്തതിനാൽ അപകടത്തിലായതായി പരാതി. രണ്ടാം വാർഡിലെ ചുള്ളിയിൽ വീട്ടിൽ സൗമിനിയാണ് കോടഞ്ചേരി പോലീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും കലക്ടർക്കും ലൈഫ് മിഷൻ അധികൃതർക്കും പരാതി നൽകിയത്. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടിന് ആവശ്യമായ സിമന്റും മറ്റും ചേർക്കാത്തതിനാൽ അപകടത്തിലായതായാണ് പരാതി ഉയരുന്നത്. രണ്ടാം വാർഡിലെ ചുള്ളയിൽ വീട്ടിൽ സൗമിനിയാണ് കോടഞ്ചേരി പോലീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും കലക്ടർക്കും ലൈഫ് മിഷൻ അധികൃതർക്കും പരാതി നൽകിയത്. ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപ സൗമിനിക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച് കിട്ടിയിരുന്നു. വാർഡ് മെമ്പറും BLOയും നിർബന്ധിച്ചതിനെ തുടർന്നാണ് വീട് നിർമ്മിക്കാൻ ഇവർ കൂടത്തായി സ്വദേശിയെ നിർമ്മാണ കരാർ ഏൽപ്പിക്കുന്നത്. 2024 മാർച്ച് 24 വീടിൻ്റെ ചുമർ പ്ലാസ്റ്ററിംഗ് വരെ പൂർത്തിയാക്കി ഏപ്രിലിൽ വീട് താമസവും നടത്തി. കരാറുകാരന് 3 ലക്ഷം രൂപ BLO മുഖേന ഏൽപ്പിക്കുകയും ചെയ്തു. പ്രായമായ ഭർത്താവും മകളുമൊത്താണ് സൗമിനി ഈ വീട്ടിൽ താമസിക്കുന്നത്. പിന്നീട് കഴിഞ്ഞ കാലവർഷത്തിന് ശേഷമാണ് വീടിൻ്റെ ചുമരിൽ കൂടി വെള്ളമിറങ്ങാനും ചുമരിൽ നിന്ന് കുമ്മായം അടർന്നു വീഴുവാനും തുടങ്ങിയത്. ഇതോടെ 15,000 രൂപ മുടക്കി വീണ്ടും വാർപ്പിന് മുകളിൽ ചോർച്ച ഒഴിവാക്കാൻ പ്രവൃത്തി നടത്തേണ്ടി വന്നു. പരാതി 2024 ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് പൂർത്തീകരിച്ച ഒരു വീടാണിത്. ആ വീടില് കൂടുന്നതിന് മുന്നേ തന്നെ പൊളിയും, അത് കഴിഞ്ഞിട്ട് ഈ വർഷകാലത്ത് 2024 വർഷകാലത്ത് തന്നെ ഇത് ചോർച്ച അനുഭവപ്പെടുന്നതായിട്ട് രീതിയും വന്നു തുടങ്ങി. അതിന് പ്രകാരം ഞങ്ങള് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും രേഖാമൂലം സെക്രട്ടറി അറിയിച്ചില്ല. സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അറിയിച്ചത്. ബാക്കിയുള്ളവരെയൊക്കെ അറിയിച്ച് അവർ ഇതിന്റെ മാനേജ് പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൈസ തരാമെന്ന് പറഞ്ഞു, അതും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതികളും മറ്റുള്ളതായിട്ട് ഞങ്ങൾ കളക്ടറേറ്റിൽ ലൈഫ് മിഷന്റെ ഓഫീസിൽ ഇതൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ഈ ആജീവനാന്തം വീട്, ഈ ലൈഫിന്റെ വീട് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത എന്നാൽ മെറ്റൽ റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിന് പിറകെ നമുക്കതിന്റെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഈ വീട് പൊളിയാത്ത രീതിയിൽ ചെയ്തു തരണമെന്ന് മാത്രമേ അപേക്ഷിക്കുന്നുള്ളൂ. വീട് നിർമ്മാണത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ കെമിക്കൽ ടെസ്റ്റ് നടത്തുകയായിരുന്നു. ഇതോടെയാണ് പ്ലാസ്റ്ററിങ്ങിൽ കൃത്രിമം നടത്തിയതായി മനസ്സിലാകുന്നത്. കൃത്യമായ അളവിൽ സിമൻറ്റ് ചേർക്കാതെയാണ് പ്രവൃത്തി നടത്തിയത്. വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റധികാരികളെയും അറിയിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.